കാനം രാജേന്ദ്രന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരം PS സ്മാരകത്തിൽ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹവുമായി വിലാപയാത്ര കോട്ടയത്തേക്ക് തിരിച്ചു. പട്ടം PS സ്മാരകത്തിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. നാളെ കോട്ടയം വാഴൂരിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, കാനം രാജേന്ദ്രൻ തലസ്ഥാനത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എവിടെ വരെ എത്തിച്ചു? ആരൊക്കെ അനുഗമിക്കുന്നുണ്ട്? വട്ടപ്പാറ അടുത്തോണ്ടിരിക്കുകയാണ്. വട്ടപ്പാറയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വാഹനത്തിൽ വിനോദ് കിഷോർ, പ്രകാശ് ബാബു, അതുപോലെ തന്നെ മന്ത്രിമാരായി രാജേന്ദ്ര പ്രസാദ്, അലി തുടങ്ങിയ നേതാക്കൾ ഒക്കെ തന്നെ വാഹനത്തിൽ അദ്ദേഹവുമായി കൊണ്ടുപോകുന്ന ആ ഒരു സജ്ജീകരിച്ച ബസ്സിനുള്ളിൽ തന്നെയുണ്ട്. കൂടാതെ മറ്റ് നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ കാലത്താഴ്ച കൊണ്ടുപോകുന്ന വാഹനത്തിലെ കടന്നു പോകുന്നുണ്ട്. വിലാപയാത്ര ഇപ്പോൾ വട്ടപ്പാറ എത്താറായിരിക്കുകയാണ്. അദ്ദേഹത്തെ 5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന തലസ്ഥാന നഗരിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കാനം രാജേന്ദ്രനെ വിലാപയാത്രയിൽ മണ്ണത്തല എത്തിയപ്പോൾ പ്രവർത്തകരും നാട്ടുകാരും അടങ്ങുന്ന ഒത്തിരി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അവരെ ബസ്സിനുള്ളിൽ കയറ്റി അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം കൊടുത്തിരുന്നു. അവരെല്ലാവരും അദ്ദേഹത്തെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കാനം രാജേന്ദ്രൻ എന്ന നേതാവിനെ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇപ്പോൾ വിലാപയാത്ര വട്ടപ്പാറ എത്താറായിരിക്കുന്നു. അതായത് MS ഗോവിന്ദൻ നായരും C അച്യുതൻ മേനോനും നേതൃനിരയിലുള്ളപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ കാലം 1982 32-ാം വയസ്സിലാണ് വാഴൂരിൽ നിന്ന് MLA ആകുന്നത്. 2 തവണ വാഴൂരിലെ MLA ആയി. തുടർന്ന് 8 വർഷത്തോളമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഒരു MN സ്മാരക മന്ദിരത്തിനോട് അദ്ദേഹം വിട പറഞ്ഞു. തലസ്ഥാന നഗരിയോട് അദ്ദേഹം വിട പറയുകയാണ്. തിരുവനന്തപുരം അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുകയാണ്. നാളെ രാവിലെ 11 മണിയോടുകൂടി കോട്ടയത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടക്കുന്നത്. നവകേരള സദസ്സിൽ നിന്നും 4 മന്ത്രിമാർ എത്തിയിരുന്നു. ആ മന്ത്രിമാരും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ആ ബസ്സിൽ ഉണ്ട്. കൂടാതെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പിന്തുടർന്ന് പോകുന്നുണ്ട്. വട്ടപ്പാറ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ഇവിടെയും നേതാക്കന്മാരും അതുപോലെ നാട്ടുകാരും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. വണ്ടി വട്ടപ്പാറ നിർത്തിയിട്ടുണ്ട്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയ സഖാവിന് കോട്ടയത്തേക്കുള്ള അന്ത്യയാത്ര.